അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവോസ്വരൂപനായ ഈശോയെ, ഈ ദിവസം മുഴുവനെയും കർത്താവെ കാഴ്ചവെക്കുക. ഈ ദിവസത്തെ എല്ലാ അധ്വാനങ്ങളും ഞങ്ങൾ യാത്രകൾ കാഴ്ചവെക്കുക. പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, യുവതി-യുവാക്കൾ ഇതെല്ലാം ഒരേ സമർപ്പിക്കുക. മാതാപിതാക്കളുടെ വൈദിക സമർപ്പത്തിനെല്ലാം സഭ മുഴുവനെയും കാഴ്ചവെക്കുക. ദൈവമേ, ഈ ദിനം ഒരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ഇന്നേ ദിനം വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് 34-ാമത്തെ സങ്കീർത്തനം 18-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ. സമീപസ്ഥൻ എന്ന് പറയുന്നത് നീ കർത്താവ് നമ്മുടെ സമീപം തന്നെ വന്ന് നിൽക്കുക. ആ വ്യക്തിയോട് കർത്താവ് ചേർന്ന് നിൽക്കുക. ഏത് വ്യക്തിയോട് കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത്? തിരുവചനം പറയുന്നു, പലവിധ കാരണങ്ങളെ ഹൃദയം നുറുങ്ങിപ്പോയവർക്ക്. പലവിധ കാരണങ്ങൾ നമ്മുടെ ഹൃദയം നുറുങ്ങാറില്ല. ഇന്നലെ ഹൃദയം നുറുങ്ങിയ ജീവിതങ്ങളില്ലേ? ദൈവമേ, നീ ദിനം ഹൃദയം നുറുങ്ങാതെ നീ ഞങ്ങളുടെ ഹൃദയം ഈ ദിനം നുറുങ്ങിയാൽ ആ നുറുകുന്ന ഹൃദയമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം സമീപത്തുണ്ട് ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നുറുങ്ങൽ വരുമ്പോൾ, ഹൃദയത്തിൽ വേദന വരുമ്പോൾ, ഹൃദയത്തിൽ ഭാരം വരുമ്പോൾ, ദൈവമേ അവിടുന്ന് സമീപസ്ഥനാണ്. ഈ തിരിച്ചറിവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് ഇരുവരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
എൻ്റെ പേര് നിഷ ബെന്നി, ചെപ്പോളത്താണ് വീട്. ഞങ്ങൾക്ക് 11 വർഷം കൂടി കുട്ടികളില്ലായിരുന്നു. ഇവിടെ വന്ന് ഏകദിന കൺവെൻഷനൊക്കെ കൂടി. ഹസ്ബൻഡാണ് വന്ന് കൂടിയത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനെ കണ്ടു. ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനെ കണ്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു 35 ദിവസം കൊന്തയൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ സന്തോഷത്തിൻ്റെ കൊന്തയൊല്ലി 35 ദിവസം പ്രാർത്ഥിച്ചു. 35 ദിവസം കൊന്തയൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് വെളിപ്പെടുന്നത് എങ്ങനെ പറഞ്ഞത്? സന്ദേശം മുഴുവൻ സന്ദേശം എന്നാണ് പറഞ്ഞു? പിന്നെ 7 മാസം അല്ലെങ്കിൽ 11 മാസത്തിനുള്ളിൽ 35 ദിവസം കൊന്തയിൽ പ്രാർത്ഥിച്ചാൽ നമ്മൾ അത് മുഴുവനും പറയണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കരവേത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നോട്ട് ബുക്കിൽ എഴുതി വെച്ച് പറയുന്നതല്ലോ, കർത്താവ് വെളിപ്പെടുത്തുന്നതല്ല. അപ്പൊ നമ്മൾ സന്ദേശങ്ങളെ മുറിച്ച് കളയരുത് കേട്ടോ. ദൈവം പറഞ്ഞു, കുറ്റപ്പെടുത്തി പറഞ്ഞല്ല കേട്ടോ. അതായത് 35 ദിവസം ജയമാല എല്ലണം. അങ്ങനെ ജയമാല എലിയാൽ 7 മാസം അല്ലെങ്കിൽ 11 മാസത്തിനുള്ളിൽ ഉത്തരഫലം ലഭിക്കും എന്ന് കർത്താവ് വെളിപ്പെടുത്തി. പിന്നെ എന്ത് സംഭവിച്ചു? വേഗം പറ. ഞങ്ങൾ 35 ദിവസം കൊന്തയൊല്ലി പ്രാർത്ഥിച്ച് ആ ആഴ്ച തന്നെ ഞാൻ ഗർഭിണിയായി. ആ ആഴ്ച തന്നെ ഉത്തരഫലം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതായത് 35 ദിവസം കൊന്തയിലും കർത്താവ് പറഞ്ഞ ചൊല്ലി തുടങ്ങിയ ആ സമയം ആ ആഴ്ച തന്നെ ഉത്തരഫലം വെളിപ്പെട്ടു. 2017 ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടത്. 2018 ജൂൺ 15-ാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി. ഈ ദിനം ഈശോയോടൊപ്പം